അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഉച്ചയൂണ് തയ്യാറാക്കിയാലോ? ആദ്യം നമുക്ക് കറിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഞാൻ ഇന്ന് ചെമ്മീൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചെമ്മീനും മാങ്ങയും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കറി വെക്കുന്നത്. കറിയിലേക്ക് ആവശ്യമായ തേങ്ങ, വറുത്ത തേങ്ങയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങ വറുക്കുമ്പോൾ വലിയ ജീരകം, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായി വറുത്തെടുത്ത തേങ്ങയാണ്. ഇതെല്ലാം ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണേ. അതിനുശേഷം ഒരു കറി വെക്കാനുള്ള ചട്ടി എടുത്ത് നമുക്ക് അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളി, മാങ്ങ, പച്ചമുളക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും ചെയ്യണേ. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ ഉച്ചയൂണാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു കറി, ഉപ്പേരി, പപ്പടം, മീൻ പൊരിച്ചത്. അങ്ങനെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. കറി നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി തിളക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇല ഒരു പിടി ഇട്ട് കൊടുക്കണേ. ഞാൻ കറിയിൽ പുളി ചേർക്കുന്നില്ല കേട്ടോ. മാങ്ങയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു മാങ്ങ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എടുക്കാം. എൻ്റെ കയ്യിൽ പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഞാൻ ഒന്നാണ് കേട്ടോ എടുക്കുന്നത്. പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം 2 പച്ചമുളക് മേലെ ഇട്ട് കൊടുക്കുക. അതൊരു കറിക്ക് പ്രത്യേക തരം ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുള്ള മസാല തയ്യാറാക്കിയാലോ? ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണേ. ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് ഫ്രൈ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പത്തിന് ചെമ്മീനിലേക്ക് മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നന്നായി മസാല ചെമ്മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുത്ത്
ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി സവാള കുഞ്ഞേതാക്കി കട്ട് ചെയ്തത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കി കഴിക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനി വീട്ടിൽ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സംഭവം പൊളിയാണ് കേട്ടോ. സിമ്പിളായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അടുത്തത് നമുക്കൊരു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് ഒരു സവാള ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, 2 പച്ചമുളക്, ഒരു ചട്ടി എടുത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക നമുക്ക് ഇട്ട് കൊടുത്ത് സവാള എല്ലാം ചേർത്ത് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു പപ്പടം കാച്ചിയാലോ. അങ്ങനെ സിമ്പിളായ വിഭവങ്ങൾ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ചൂടുള്ള ചോറിലേക്ക് വെണ്ടയ്ക്ക തോരൻ, ചെമ്മീൻ ഫ്രൈ, 2 പപ്പടം, മാങ്ങയും ചെമ്മീനും ഇട്ട് വെച്ച കറി. അങ്ങനെ ഉച്ചഭക്ഷണം ഇവിടെ റെഡി. ഇനി വയറ് നിറയെ ചോറ് നിട്ട് വരാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.